നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ ചാണ്ടിച്ചായന്റെ മരണത്തില് പോലീസ് അന്വേഷണം വല്ല നടക്കുന്നുണ്ടോ പ്രിൻസ്? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് നിയമമല്ലേ, അത് അതിന്റെ വഴിക്ക് നടക്കും. കൊലപാതകമാണെന്ന് വല്ല സംശയവും പോലീസിന് തോന്നിയിട്ടുണ്ടാവോ? സാധാരണ അങ്ങനെയൊക്കെയാണ്, വളഞ്ഞ വഴിയല്ലേ ചിന്തിക്കൂ. അതിനുള്ള സാധ്യതയൊക്കെ കുറവാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആക്സിഡന്റ് തന്നെ. പിന്നെ ഇടിച്ചിട്ടിട്ട് പോയ വണ്ടി ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറം ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ചാണ്ടിച്ചാന് വേണ്ടി അങ്ങനെ പരാതിപ്പെടാനും അന്വേഷണം ഊർജിതമാക്കാനൊന്നും ആരും വരില്ല. അയാൾ തമിഴ്നാട്ടിലെ ഏതോ ഒരു തെരുവിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് കേരളത്തിലേക്ക് വന്നതാണ്. ഇവിടെ ഇങ്ങനെ പറയത്തക്ക ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ കട്ടും മോഷിച്ചും അനധികൃതമായി സമ്പാദിച്ചതാണ് ഇതൊക്കെ. ഈ സ്വത്തുക്കൾ കൊണ്ടാണ് വലിയ പലിശക്കാരനൊക്കെ ആയത്. അത് അയാളുടെ കഴിവ് തന്നെയാണ്. എന്നോട് മദ്യപിച്ചിട്ട് പറഞ്ഞത് വെച്ച് നോക്കിയാ ആക്രി പറക്കി വരെ ജീവിച്ചിട്ടുണ്ട് അയാള്. എന്നിട്ടാണോ പെണ്ണിനോടും പണത്തിനോടും ഇത്രമാത്രം ആർത്തി? അത് സ്വാഭാവികമല്ലേ ദിയ. ചെറുപ്പം മുതലേ കിട്ടാത്തതൊക്കെ കയ്യെത്തി പിടിക്കാൻ പണവും സ്വാധീനവും ഉള്ളപ്പോ സ്വാഭാവികമായിട്ടും ഒരു വൈരാഗ്യ ബുദ്ധിയാവും. അത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അതിൽ ചാണ്ടിച്ചാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അത് നന്ദിതയുടെ കാര്യമാണ്. നന്ദിതയെ ശിവദാസിന് നമ്മൾ കെട്ടിച്ചൂടി കൊടുത്തപ്പോ പിടിവിട്ടുപോയി. ഇനി കയ്യിലേക്ക് കിട്ടില്ലെന്ന് ഉറപ്പായി. അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ആയിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ കേട്ടില്ല. ഇതിപ്പോ മദ്യത്തിന്റെ പിടുത്തവും ഈ ഫ്രസ്ട്രേഷനൊക്കെ ആയപ്പോ വണ്ടി കയ്യിൽ നിന്ന് പോയി കാണും. അതുകൊണ്ടാ വേറെ വണ്ടി ചെന്ന് ഇടിച്ചത്. വേറെ വണ്ടിയിൽ ചെന്ന് ഇടിച്ചതാണെന്ന് പ്രിൻസിന് എങ്ങനെ അറിയാം? പോലീസിന് പോലും അറിയാത്ത കാര്യമാണല്ലോ അത്. നീ എന്താ ഈ ചോദിക്കുന്നേ? എന്നെ സംശയിക്കുന്ന തരത്തില്? ചേച്ചേ, അങ്ങനൊന്നും ഞാൻ ചെയ്യില്ല. എനിക്ക് അതിനു മാത്രം വൈരാഗ്യമൊന്നുമില്ല അയാളോട്. ശരി, അങ്ങനെ ഞാൻ വിശ്വസിക്കാം. നേരെ തിരിച്ച് ആ വിശ്വാസം തോന്നുന്നത് എനിക്കാണെങ്കിലോ? ഇടിച്ച് തെറിപ്പിച്ചു പോയൊരു വണ്ടി, അതൊരു കൊട്ടേഷൻ സംഘത്തിന്റെ ആണെങ്കിലോ? ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തതാണെങ്കിലോ? മനസ്സിലായി. ഞാൻ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചു എന്നാണ് പറയുന്നത് അല്ലെ? നോർമലി അങ്ങനെ സംശയിക്കാം. അതവിടെ നിൽക്കട്ടെ. അതെ, നമ്മൾ എപ്പോഴും ഈ സംസാരം തുടർന്നാലും അതിനെ പാതി വഴിക്ക് നിർത്തിവെക്കും. അത് തന്നെ നല്ലതും. ഇനി പറ പ്രിൻസേ. ചാണ്ടിച്ചായൻ ആഗ്രഹിച്ചിട്ട് നടക്കാത്തത് അയാൾ ഇഷ്ടപ്പെട്ട നന്ദിതയെ കൂടെ കിട്ടിയില്ല എന്നത് മാത്രം. സത്യം പറഞ്ഞ അതുപോലൊരാളാണ് ഞാനും. എനിക്കിഷ്ടപ്പെട്ട നന്ദനെ എന്റെ കയ്യിൽ കിട്ടിയില്ല, എന്നിൽ നിന്നും കൊണ്ടുപോയി. ആ ഒറ്റ കാര്യമാണ് നന്ദിതയും ശരണ്യയും ദ്രോഹിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് കംപ്ലീറ്റ് ആക്കണം. ഒരു മിഷനാണത്. പ്രിൻസ് എനിക്കൊരു കാര്യം ചെയ്തു തരൂ. ഇതുവരെ ഇങ്ങനെ ചോദിച്ചിട്ടില്ലല്ലോ, ചെയ്തു തരാറല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യണം. ശരണ്യയ്ക്കും നന്ദനും നന്ദിതയ്ക്കും ഒന്നും പുറത്തിറങ്ങി നടക്കാനേ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാക്കണം. ഇറങ്ങിയാൽ ആളുകൾ കളിയാക്കുന്ന, നാണം കെടുത്തുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് നന്ദൻ ഇതിനകത്തൊന്നും ഇടപെട്ടിട്ടുള്ള ആളല്ല. പക്ഷേ ഭാര്യയുടെ അമ്മ കല്യാണം കഴിച്ചു പോയതിന്റെ ഒരു നാണക്കേട് അയാളുടെ ജീവിതത്തെ നരകതുല്യമാക്കണം. ഒപ്പം ശരണ്യയ്ക്കും നന്ദിതയ്ക്കും തമ്മിൽ അകൽച്ച ഉണ്ടാവണം. ആളുകളെ വിട്ട് പരിഹസിപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പരിപാടികളാണ്, വില കുറഞ്ഞ അക്രമങ്ങൾ. അത് വേണം പ്രിൻസ്. ചില കാര്യങ്ങളിൽ നമ്മൾ തരം താണു പോകുന്നത് തന്നെയാ നല്ലത്. അത് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ആളെ ഏർപ്പാട് ചെയ്യാൻ പറ്റുമോ പ്രിൻസിന്? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ക്ലയൻസിൽ ചിലരുണ്ട്, എന്തു പറഞ്ഞാലും കേൾക്കും. എന്നാൽ ഇന്നു മുതൽ ശരണ്യയ്ക്കും നന്ദനും നന്ദിതയ്ക്കും നാണക്കേടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റരുത്. അത് കുടുംബത്തിൽ വല്ലാത്ത പൊട്ടിത്തെറികൾ ഉണ്ടാക്കും. അതാണ് എനിക്ക് ആവശ്യം.
നന്ദിത ഗാർമെന്റ്സ് നടത്തുന്ന ആളല്ലേ? അതെ. കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഞങ്ങളെല്ലാം അറിഞ്ഞു. പോലീസുകാരെല്ലാവരും കൂടിയാണല്ലേ കല്യാണം നടത്തിയത്. നല്ല കാര്യം. എപ്പോഴായാലും ഇതൊക്കെ വേണ്ടതല്ലേ. എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? അയ്യോ, ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ വന്നതല്ല അല്ലേ? ഇങ്ങനൊരവസ്ഥ ഏത് പെണ്ണുങ്ങൾക്കും വരാം. അതിന് കൂടെ നിൽക്കാൻ വന്നതാണ്. എനിക്കങ്ങനെ ആരെയും കൂടെ നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാ പറ്റുമോ? ഈ ശിവദാസൻ സാറ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാ. എന്തൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോന്ന് അറിയോ? ഞങ്ങളുടെ അഭിപ്രായത്തില് നിങ്ങൾ ഒരുമിച്ച് താമസിക്കണം. എന്തിനാ പിള്ളേർക്ക് ഇങ്ങനെ നാണക്കേടുണ്ടാക്കുന്നേ? നിങ്ങൾക്ക് ഒരുമിച്ച് താമസിച്ചോടെ, ഞങ്ങൾ എല്ലാരും കൂടെയുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനൊരു കല്യാണം നടക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. ഇതിനേക്കാൾ പ്രായം കടന്നിട്ട് എത്ര പേർ കല്യാണം കഴിച്ചു പോയിട്ടുണ്ട്. പിള്ളേരൊന്നും മൈൻഡ് ചെയ്യണ്ടെന്നേ. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? എന്നെ ഒന്ന് വെറുതെ വിട് പ്ലീസ്. ഞങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. എന്താവശ്യമുണ്ടെങ്കിലും വേണ്ടി വന്ന നിങ്ങൾ ഗാർമെന്റ്സിലേക്കായാലും ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങൾ വരാം. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഒഴിവാക്ക്. ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നല്ലതല്ലേ ഞങ്ങൾ പറഞ്ഞത്? ഓട്ടോ ഏ ഓട്ടോ. അവന് എന്നോടൊന്ന് പറയാനുണ്ടോ? ഞാൻ പറഞ്ഞ കുഞ്ഞനുസരിക്കൂ? അനുസരിക്കാം. എന്തായാലും അമ്മാവൻ പറ, എന്താ എന്നോട് പറയാനുള്ളേ? വേറൊന്നുമല്ല കുഞ്ഞെ, ആ നന്ദിതയുടെ കാര്യമാണ്. കുഞ്ഞിന്റെ താലിയും കഴുത്തിലിട്ട് ആ കൊച്ച് അവളുടെ വീട്ടിൽ നിൽക്കുന്നു. ഇത് ശരിയാണോ മോനെ? വേണമെങ്കിൽ പറയാൻ നിവൃത്തികേടിന്റെ പുറത്ത് താലി കെട്ടിയതാണെന്ന്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. എന്നാലും കുഞ്ഞു കെട്ടിയ താലിയല്ലേ, കുഞ്ഞിന്റെ ഭാര്യയല്ലേ. അപ്പോ ഈ വീട്ടിലല്ലേ ആ കൊച്ചു ജീവിക്കേണ്ടത്? കാര്യം ശരിയാ, ആ കൊച്ചിന് കുടുംബമുണ്ട്, മക്കളുണ്ട്. എന്നാ മോനൊരു കാര്യം ഓർക്കണം. നന്ദിതയുടെ കുട്ടികളെല്ലാം മുതിർന്ന കുട്ടികളാ, ഏറ്റവും ഇളയ കുട്ടി ഒഴിച്ച്. നന്ദിതയെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ആ ഇളയ കുട്ടിയെ കൂടി കൂടെ കൂട്ടിയാലോ? അങ്ങനെയാകുമ്പോ നമ്മുടെ നിളമോൾക്ക് അമ്മയും കിട്ടും, ഒരേട്ടനെയും കിട്ടും. അത് മോൾക്ക് വലിയ സന്തോഷമാവില്ലേ കുഞ്ഞെ? ജീവിതം ഒന്നല്ലേ ഉള്ളു മോനെ, അതിങ്ങനെ ജീവിച്ചു തീർക്കേണ്ട കാര്യമില്ലല്ലോ. നിളമോളുടെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാ കുറുപ്പമ്മാവൻ ഇങ്ങനെ പറയുന്നത്. കുറുപ്പമ്മാവൻ പറഞ്ഞത് അമ്മാവന്റെ മനസ്സിലെ നന്മയാണ്. ആര് കേട്ടാലും അതിൽ തെറ്റൊന്നും പറയില്ല. എന്നാല് ഒരിക്കലും നടക്കാത്തൊരു കാര്യത്തെക്കുറിച്ച് അമ്മാവൻ പറഞ്ഞത്. താലി കെട്ടിയെന്നേ ഉള്ളൂ, അതിനപ്പുറം ഒരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. നന്ദിതയുടെ മനസ്സിലൊന്നും മരിച്ചുപോയവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമാണ്. ആ ഓർമ്മയിലാണ് നന്ദിത ജീവിക്കുന്നത്. അത് വേണ്ടെന്ന് പറയാൻ എനിക്കാവില്ല. കാരണം ഞാനും അതുപോലുള്ള ഓർമ്മയിലാണ് ജീവിക്കുന്നത്. ലക്ഷ്മിയുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞിട്ടില്ല. അപ്പോ ഈ ജീവിതം എങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. മരിച്ചുപോയവരുടെ ഓർമ്മയിൽ ജീവിക്കരുതെന്ന് പറയാൻ ഞാൻ ഒരുക്കമല്ല. എന്നാൽ അതാണോ ജീവിതം? ഓർമ്മകളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതല്ലേ? കുറുപ്പമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം കുഞ്ഞിന് എന്റെ പ്രായമാവുമ്പോ മനസ്സിലാകും. അപ്പോ മനസ്സിൽ കുറ്റബോധം തോന്നും. കുഞ്ഞെ, ഈ ജീവിതം വെറുതെ കളയാനുള്ളതല്ല. എന്നേക്കാൾ കൂടുതൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളാ കുഞ്ഞ്. എന്നാലും ഈ കുറുപ്പമ്മാവൻ ഒരുപാട് ജീവിതം കണ്ടിട്ടുള്ളവനാ. ജീവിതം വെച്ച് കളിക്കരുത് കുഞ്ഞ്. കൈവിട്ടു പോയാൽ അത് അതിന്റെ പാട് നോക്കിപ്പോകും. ഒടുവിൽ കുറ്റബോധം കൊണ്ട് നീറിപ്പുകയും. കുഞ്ഞ്, കുറുപ്പമ്മാവൻ പറഞ്ഞത് ശരിക്കൊന്ന് ആലോചിക്കേ.